ദൈവം തൻ്റെ വേലയ്ക്ക് വേണ്ടി വിശുദ്ധ വിളിയാൽ നിങ്ങളെ വിളിച്ചിട്ട് ദൈവത്തിൻ്റെ നിയോഗങ്ങളെ ദൈവം നിങ്ങൾക്ക് കൈമാറിയിട്ട് എന്നെ കൊണ്ടത് കഴിയുകയില്ല, എനിക്കതിനുള്ളൊരു പ്രാപ്തിയില്ല, ഞാനതിനുള്ള ആളില്ല എന്നൊക്കെ പറഞ്ഞ് കുറവുകളെ നിരത്തിവെച്ച് പുറകോട്ട് പിൻവലിയാൻ ശ്രമിക്കുന്ന സഹോദര, ദൈവം ഇന്ന് പകൽ നിന്നെ കുറവ് തീർത്ത് പണിയാൻ പോവുകയാണ്. എന്നെ കൊണ്ടത് സാധ്യമല്ല, എനിക്കിതിനുള്ള ശക്തിയില്ല, എനിക്കതിന് പ്രാപ്തിയില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് വലിയുന്ന സഹോദരി, ദൈവം നിന്നെ കുറവ് തീർത്ത് പണിയാൻ പോവുകയാണ്. ദൈവകരങ്ങളിൽ വളരെ ശക്തമായി പ്രയോജനപ്പെട്ട ഒരു പ്രവാചകനാണ് യിരെമ്യാവ്. ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപ് ഞാൻ നിന്നെ അറിഞ്ഞു. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നീ പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. നിന്നെ ജാതികൾക്ക് പ്രവാചകനാക്കി വച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ശബ്ദവും നിയമനവും നിയോഗവും കേട്ട യിരെമ്യാവ് ദൈവത്തോട് പ്രതികരിക്കുകയാണ്. അയ്യോ കർത്താവേ, ഞാൻ ബാലനല്ലോ, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു, നീ അങ്ങനെ പറയരുത്. നിനക്ക് കുറവുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് എന്നറിയാമെന്ന് ചോദിച്ചാൽ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ എനിക്കറിയാം. നിന്റെ കുറവ് കണ്ട്, നിന്റെ പ്രാപ്തിക്കുറവ് കണ്ട് ലോകത്തിലെ മനുഷ്യർ നിന്നെക്കുറിച്ച് പറയുന്നത് പോലെ എഴുതുന്നത് പോലെയല്ല ഞാൻ നിന്നെ അറിഞ്ഞത്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുന്നമേയാണ്. എന്നാൽ ഇനി നീ കേട്ടുകൊള്ളുക, ഞാൻ നിന്നെ കുറവ് തീർത്ത് പണിയുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു, ഞാൻ നിന്നോട് പോകാൻ പറയുന്നിടത്ത് പോകണം, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെ പറയണം എന്ന് പറഞ്ഞ അനന്തരം ദൈവം അവൻ്റെ നാവിന്മേൽ തൊട്ടു. ദൈവത്തിൻ്റെ വചനങ്ങളെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്നരുളി ചെയ്തു. പ്രിയപ്പെട്ടവരെ, കഴിവില്ലെന്ന്, പ്രാപ്തിയില്ലെന്ന് പറഞ്ഞവൻ്റെ നാവിന്മേൽ ദൈവം തൊട്ടെന്ന ആ ദൈവിക സ്പർശനത്തിന് ശേഷം ദൈവത്തിൻ്റെ ആത്മാവ് അവനെ കരങ്ങളിലെടുത്തെന്ന ഇന്ന് പകൽ ദൈവം നിന്നെ തൊടുന്ന പകലാണ്. നിന്നെ കുറവ് തീർത്തു പണിയാൻ പോവുകയാണ്. ദൈവകരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ടവരെ നാം ഒന്ന് പരിശോധിക്കുമ്പോൾ ലോകം കണ്ട ശക്തനായ ഒരു ലീഡറുണ്ട്. അവൻ്റെ പേര് മോശെ എന്നാണ്. ലക്ഷക്കണക്കിന് ഇസ്രായേൽ മക്കളെ നയിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, നിയോഗിക്കപ്പെട്ടവൻ. തുടക്കത്തിൽ പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? എനിക്ക് കഴിവില്ല, ഞാൻ തടിച്ച നാവുള്ളവനും വിക്കനുമാണ്, എന്നെ കൊണ്ട് പറ്റത്തില്ല ദൈവമേ എന്നാ പറഞ്ഞത്. ലോകം കണ്ട ശക്തന്മാരായ ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെട്ട അഭിഷിക്തന്മാരുടെ തുടക്കം കുറവുള്ളതായിരുന്നു. കഴിവില്ലെന്നും പ്രാപ്തിയില്ലെന്നും പറഞ്ഞ ഒന്ന് പുറകോട്ട് വലിഞ്ഞതായിരുന്നു. എന്നാൽ ദൈവം അവരെയൊക്കെ കുറവ് തീർത്ത് പണിതു. ഇന്നു പകൽ നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവമാണ് നിന്നെ വിളിച്ചത്, ദൈവമാണ് നിനക്ക് നിയോഗം തരുന്നത്.
മറിയ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. പറയണം അങ്ങനെ, കേട്ടോ. നീ നിന്നെ കാണരുത്, നിന്റെ കുറവ് കാണരുത്. കുറവ് തീർത്ത് പണിയുന്നവൻ്റെ മുഖത്ത് നോക്കി, സർവശക്തനായ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി പറയണം, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന്. അങ്ങനെ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി നീളിടും. എന്തു പറഞ്ഞോ അതങ്ങനെ തന്നെ ദൈവം നിന്റെ ജീവിതത്തിൽ നിറവേറ്റും. പുറകോട്ട് മാറരുത്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ശബ്ദത്തോട് പ്രതികരിക്കുക. വചനത്തെ ഏറ്റെടുക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.